ഏങ്ങണ്ടിയൂർ ശ്രീ പനയംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയും ദ്രവ്യകലശവും തിരുവുത്സവവും ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രിമാരായ പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെയും സതീശൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഏപ്രിൽ 27 മുതൽ മെയ് 7 വരെ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടക്കും. തിങ്കളാഴ്ച വൈകുന്നേരം കലവറ നിറയ്ക്കൽ, ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, രക്ഷോഗന ഹോമം, വാസ്തുഹോമം, വാസ്തുബലി, വസ്തുകലാഭിഷേകം, വാസ്തുപുണ്യാഹം, അത്താഴപൂജ, വാഹനബിംബ പരിഗ്രഹം, ജലാധിവാസം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. രാത്രി 7 മണിക്ക് തൃശൂർ രാഗസാഗരം മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുധയും കാഞ്ഞിരത്തറ ധന്യഗോപാലകൃഷ്ണന്റെ കീർത്തനവും അരങ്ങേറും. ചൊവ്വാഴ്ച രാവിലെ 5-ന് നട തുറക്കും. വൈകുന്നേരം 7 മണിക്ക് ഏങ്ങണ്ടിയൂർ സംസ്കൃതി ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജൻസും നടക്കും. വ്യാഴാഴ്ച രാവിലെ ധ്വജപ്രതിഷ്ഠയും വൈകിട്ട് ഏങ്ങണ്ടിയൂർ ദ്വിതി ടീം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, വരദ നന്ദകിഷോർ അവതരിപ്പിക്കുന്ന ഭരതനാട്യം, തൃത്തല്ലൂർ വെസ്റ്റിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. മെയ് 1-ന് വൈകുന്നേരം 4 മണിക്ക് ഗുരുസാഗരവും ക്വിസ് മത്സരവും കേശവാർഡും ഉണ്ടായിരിക്കും. മെയ് 2-ന് വൈകുന്നേരം ഉത്സവാരംഭം, തൃക്കൊടിയേറ്റ്, കേരള വായനശാല, PYC തിയേറ്റർ സംഘങ്ങളുടെ നിരവധി കലാപരിപാടികളും നടക്കും. മെയ് 3-ന് വൈകുന്നേരം പൊങ്കാല സമർപ്പണം, മെയ് 4-ന് ജീസ്നെ കുന്നത്തങ്ങാടി ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, മെയ് 5-ന് സെമി ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, മെയ് 6-ന് താലപ്പൊലിയോട് കൂടിയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടക്കും. മെയ് 7-ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിക്കൽ പറ, കൊടിയിറക്കം, ഉച്ചപൂജ എന്നിവയുടെ ഉത്സവം സമാപിക്കും.